ചായ ഫാക്ടറി കണ്ടിട്ട് എങ്ങനെയാണ്? ചായ ഫാക്ടറി ഒരു തവണെങ്കിലും വിസിറ്റ് ചെയ്യണം. അത് കയറി കഴിഞ്ഞാൽ 3-4 തരം ചായ കിട്ടും ഫ്ലേവർ. ചായ കുടിക്കുന്ന വ്യൂസ് നോക്കിയതാ. അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ചായയൊക്കെ കുടിക്കും. ചായൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചായ കുടിച്ചില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കണ്ടോ ഒക്കെ ഒന്നിനും ക്യാഷില്ല, ചായയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ചായ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതായത് തേയില കൊണ്ട് എങ്ങനെയാണ് ചായയുടെ ഫാക്ടറി ഞങ്ങൾക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ കാണണം നിർബന്ധമായിട്ടും, അത് മറക്കരുത്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടില്ലേ, അതിൻ്റെ ഒരു ബോർഡ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉള്ളിലേക്ക് കടന്നാൽ തേയിലകൾ ഇങ്ങനെ നുള്ളിയിട്ടതൊക്കെ നിങ്ങളൊക്കെ കാണാം, കണ്ടില്ലേ താഴ്ഭാഗം നോക്കി. ഇതുപോലെ ഇത് പോകുന്ന മറ്റൊന്നല്ല, ഒരു മെഷീൻ്റെ, അതായത് തേയില നേരെ ഈ മെഷീൻ്റെ അത് റബ്ബർ പോലത്തെ ഒരു ഇതിങ്ങനെ കറങ്ങിക്കണക്ക് ആ മുകളിലേക്ക് കയറി പിന്നെ ആ കാണുന്ന അതൊക്കെ ഒരു കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ. അതിങ്ങനെ മറിച്ച് തന്നെ മറിയുന്നൊരു യന്ത്രം കണ്ടില്ല തേയില ഇങ്ങനെ. അതിന് ശേഷം സെക്കൻഡായിട്ട് മറ്റൊരു പാർട്ടിലേക്കാണ് പോകുന്നത്. ആ പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. എന്ത് രസമുണ്ടല്ലേ. അപ്പോൾ അതിന് ശേഷം ഇത് കണ്ടില്ലേ, ഈ പൊടികൾ കാപ്പിയും അതുകൊണ്ട് തന്നെ ഉണ്ട്. ഇവിടുത്തെ ഫീൽ വെച്ചാൽ ജീവിതത്തിൽ ഇവിടെ വന്ന് കാണാം. അതുപോലെ തന്നെ അതിമനോഹരമായി ഫ്രീ ആയിട്ട് എല്ലാം കഴിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കലോണെ മറക്കരുത്, പരമാവധി ആളുകളിലേക്ക് ഷെയർ കണ്ടോ. എത്ര സുന്ദരമായിട്ടുള്ളൊരു കോഫിയാന്ന് നോക്കി, അത് ആസ്വദിച്ച് കുടിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വൈബ് വേറെ. അതുപോലെ തന്നെ പാർക്കിങ്ങൊക്കെ ഫ്രീയാണ്, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അതുപോലെ തന്നെ ഊട്ടിയിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച, ഇതൊന്നും പലർക്കും അറിയില്ല. കാരണം ഫ്രീ ആയിട്ട് എന്താ പറയുക കോഫിയും, അതായത് 3 ടൈപ്പ് ടീ ഇവിടെ കിട്ടും. വൈറ്റ് ടീ, കട്ടന്, അതുപോലെ തന്നെ പാൽ ചായ, ഇങ്ങനത്തെ 3 ഗ്രീൻ ടീ. സോറി കേട്ടോ മറന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.